എന്താ മോളെ, കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? അണ്ണൻ ചോദിച്ചോണ്ടിരിക്കല്ലേ, മിണ്ടാതെ പോയാലെങ്ങനാ? നന്നായിട്ട് നടന്നു. എന്നാങ്ങ് പറഞ്ഞൂടെ, ഇത്ര പവർ എന്തിനാ? ഡാടാ, അതെന്റെ പെങ്ങളാണെന്ന് അറിയില്ലേ? സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ശരി, മുന്നേ എവിടെ? ജയിലിൽ ചാടിയത് ഞാൻ രക്ഷപ്പെട്ട് ജീവിക്കാന്ന് കരുതിയോ? നടക്ക്, ഓടാ. എന്താ പേടിച്ചു പോയോ? അവര് പോലീസും കോപ്പൊന്നുമല്ല, നമ്മുടെ ആൾക്കാരാ. ഇരിക്കും, നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താടാ പെട്ടെന്ന് കളം മറിച്ചാടി? ശിവാനന്ദനെ പേടിച്ചിട്ടാണോ അതോ അയാൾ പണം കൂടുതലോ? ഇല്ല, ശിവാനന്ദനെ കൊല്ലാൻ പറ്റില്ല. പണം വേണമെങ്കിൽ ഞാൻ തിരിച്ചു തരാം. പണം തിരിച്ചു തന്നാ നിന്നെ ഞങ്ങളങ്ങ് വിടുമെന്ന് വിചാരിക്കും. ശിവാനന്ദന്റെ വീട്ടിൽ നീ ഉണ്ടാകണം. നീ തന്നെ ശിവാനന്ദനെ കൊല്ലുകയും ചെയ്യണം. ബാക്കി പൈസ ഇനി നിനക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. പക്ഷെ അവനെ കൊന്നില്ലെങ്കിൽ പിന്നെ നീ ഉണ്ടാവില്ല. നിങ്ങൾക്ക് കാര്യം അറിയാത്തോണ്ടാ. ശിവാണ് ആരാന്നറിയോ? എന്റെ ചിന്നുന്റെ ഏട്ടനാ. ലവ്? അതെ ഡാർലിംഗ്. ചിന്നുവാ നമ്മുടെ ടാർഗറ്റ്. ശിവാനന്ദനെ നീ തട്ടിയില്ലെങ്കിൽ ചിന്നുവിനെ ഞങ്ങൾ അങ്ങ് പൊക്കും. ചിന്നുവിനെ കുറിച്ച് മിണ്ടിപ്പോകരുത്. ഞങ്ങളുടെ പൊക്കെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു 1.5 പൊക്ക. മൊത്തം ഗാങ്ങും ചേർന്ന് അവളോടൊത്തൊരു കലാപരിപാടി. ഡാർലിംഗ്, ഡാർലിംഗ്, അയ്യോ എന്റെ അമ്മ ചത്തോ? ചിന്നുവിനെ കുറിച്ച് എന്തെങ്കിലും തെറ്റായിട്ട് സംസാരിച്ചാൽ ഞാൻ അടിക്കുമെന്നറിയാം. ഇപ്പൊ നിന്റെ കാറ്റിലേ പോയേ. അയ്യോ അപ്പഴേ സാറ് ഓക്കെ ആയി. വണ്ടി വേണ്ട, ഞാൻ വെക്കണം. ഇവരെന്തിനാ ഓടുന്നത്? സാറേ അവൻ പോയല്ലോ, എന്തിനാ അവനെ വിട്ടേ? സാറേ, നിന്റെ ഈ വീട് കൊള്ളാലോ. സജി, നീ ഇരിക്കും, ഞാനിപ്പോ വരാം. എന്താടാ, എന്തു പറ്റി? മഹാദേവന്റെ വക്കീലല്ലേ, അവനെ ഞാൻ തട്ടി. സത്യമാണോ? പോലീസുകാരൻ അന്വേഷിച്ചോണ്ടിരിക്കുക. ചിലപ്പോ ഇവിടെ വന്നേക്കും. ഒരുത്തനെ മാത്രമേ കൊന്നുള്ളൂ. എല്ലാത്തിനെയും വെട്ടിഞ്ഞുറുക്കി എറിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? പോയി കൊന്നിട്ട് വാടാ. പേടിത്തൂറികളാവന്മാര്. അതാ നിന്നെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുന്നേ. എടാ മുന്നേ, നീ ഇവിടെയാണോ ഉള്ളത്? അവിടെ തന്നെ നിൽക്കും, ഞാനതാ വരുന്നു. ചിന്നു ഞാനും ചേർന്ന് നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയാമോ? ചിന്നുവിന്റെ വീടാണ് ഇത്. ഈശ്വര, നിന്നെ അവസാനം കണ്ടെത്തിയല്ലോ. ചിന്നു ഇതാ മുന്നേ. ഞാൻ പറയുന്നേക്ക്, ഒന്ന് മിണ്ടാതിരിക്ക്. അതല്ലടാ ചിന്നു. നീ വാ, വരാനല്ലേ പറഞ്ഞത്? വാടാ ഇങ്ങോട്ട്. എനിക്കറിയാം, എന്നെ അറിയാം. നീ ഒന്ന് വാ. ഇപ്പൊ ഇവിടെ ആരും മുന്നാന്ന് വിളിച്ചില്ലേ? മുന്നേ അപ്പൊ ഇവിടെ ഉണ്ടല്ലേ? സജി എവിടെ? സജി വിളിച്ചത് ഞാൻ കേട്ടതാ. സജി, സജി, നിങ്ങൾ എന്തോ മറയ്ക്കുന്നുണ്ട്. മുന്നേ കണ്ടോണ്ടാ സജി വിളിച്ചത്. ആരാ മുന്ന? സജി, നീ പറ, ആരാ എന്റെ മുന്ന? നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന അവരാണോ? പറ മുന്ന, മുന്ന, മുന്ന. ആരും മുന്നെന്ന് വിളിച്ചത് ഞാൻ കേട്ടു. നിന്റെ മുന്ന ഇവിടെ തന്നെ ഉണ്ട്. നിന്റെ ഈ വീട്ടിൽ തന്നെ അവനുണ്ട്. എന്നെ വിട്ട് നീ പോകുമെന്ന് വിചാരിച്ചിട്ടാ ഇത്രയും കാലം ഞാനത് മറച്ചു വെച്ചത്. എന്റെ മുന്നേ ഏട്ടനറിയാവോ? മുന്നേ ഏട്ടനറിയാവോ? നീ വാ മോളെ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അവളുടെ ഏട്ടനോട്. അതല്ല ഞാൻ പറയുന്നത് കേക്ക്.
ഇവനാ മോളെ നിന്റെ മുന്ന. ആരാടാ? മോളെ ആരാടാ അത്? ചിന്നു! ദാ! മോളെ എവിടെ പോയി കിടക്കടാ? വേഗം വിളിക്ക, ഡോക്ടറെ വിളിക്ക, ഡോക്ടറെ വിളിക്കടാ, ഡോക്ടർ. എന്റെ മുന്നേ കൊതി തീരോളം ഞാനത് കണ്ടോട്ടെ. അവളുടെ അനിയത്തി ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. ശിവന ഞങ്ങൾക്ക് തന്ന എവളെ അങ്ങ് വിട്ടുതരാം. അവർക്ക് രണ്ടും കൊടുത്തിട്ട് അനിയത്തെ വിളിച്ചോണ്ട് വാ. അത് മാത്രമല്ല, എനിക്ക് എന്റെ ഏട്ടനെയും വേണം. എന്റെ ഏട്ടൻ എന്റെ ജീവനാണ്. പെട്ടെന്ന് വാ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും.